വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള ക്ഷീണം. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാതെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടും അമിതമായിട്ട് ക്ഷീണം തോന്നുക, മസിൽ ക്രാംസ് ഉണ്ടാകുക, ജോയിൻസിനും മസിൽസിനൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാവുക, പെയിൻ ഉണ്ടാകുക, ശരീരമാകെ പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ബോൺസൊക്കെ ചെറിയ ചെറിയ വീഴ്ചയിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്വിസ്റ്റിങ്ങിലും ഒക്കെ തന്നെ ബ്രേക്കായി പോവുക, പെട്ടെന്ന് ബ്രേക്കായി പോവുക. നമ്മൾ സാധാരണ നല്ലൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ബോൺ ബ്രേക്കാവും, ഇത് ചെറിയൊരു വീഴ്ചയിൽ തന്നെ ബോണൊക്കെ ബ്രേക്കാവുക, വൂൺസ് ഹീലാവാൻ സമയമെടുക്കുക, ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരാതിരിക്കുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, ഹെയർ ധാരാളമായി കൊഴിഞ്ഞു പോവുക, നെയിൽസൊക്കെ ബ്രിട്ടിലാവുക, സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ഇത് വൈറ്റമിൻ ഡി കാൽഷ്യം കുറയുക എന്ന് പറഞ്ഞാൽ തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുമ്പോൾ മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ബോൺസിനെ തന്നെയാണ്. അപ്പോൾ ബോൺസും ബ്രേക്ക് ആവാനും ഒക്കെ ഈ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുക? വൈറ്റമിൻ ഡിയുടെ ഒരു അളവെന്ന് പറയുന്നത് 20ക്ക് താഴെ ആയാലാണ് ഇത്തരം സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. എപ്പോഴും 30ക്ക് മുകളിലായിരിക്കണം. ഒരു ഹെൽത്തി പേഴ്സണിൽ വൈറ്റമിൻ ഡിയുടെ അളവ് 50ക്ക് മുകളിലായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഒരു ഭൂരിഭാഗവും സൺ എക്സ്പോഷർ കൊണ്ട് തന്നെയാണ്. 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സൺ നമ്മൾ കൊള്ളുക. തീരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ ജനാല വഴിയൊക്കെ വരുന്ന ചെറിയ വെയിൽ കൊള്ളുക. ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഫുഡിൽ വൈറ്റമിൻ ഡി അടങ്ങുന്ന വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള മുട്ട, പാല്, മീറ്റ്, ഫാറ്റി ഫിഷസ്, അല്ലാതെ മെക്രൽ, ട്യൂണ, സാൽമൺ പോലത്തുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, മഷ്റൂം, അവക്കാഡോ, മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്, ബനാന, ലീഫി വെജിറ്റബിൾസ്, പീനട്ട്, കാഷ്യൂ, ഇത്തരം നട്ട്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ എടുക്കുക. നമ്മുടെ വൈറ്റമിൻ ഡി കൂടിയാലും പ്രശ്നമാണ്. സോ ലിമിറ്റിൽ കഴിക്കുക. അപ്പോൾ ഇത്തരം ഫുഡിൻ്റെ ഇതിലൂടെയും സൺ എക്സ്പോഷറിലൂടെയും നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്.